ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. 1989 ജൂലൈ 11 മുതലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങിയത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയത്. അടുത്ത 50 വർഷം കൊണ്ട് ലോക ജനസംഖ്യ ഇരട്ടിച്ച് 1200 കോടിയിലെത്തുമെന്നാണ് ജനസംഖ്യാ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഐക്യരാഷ്ട്രസഭയുടെ മില്ലേനിയം വികസന ലക്ഷ്യങ്ങളിലൊന്ന് 2025 ദാരിദ്ര്യവും പട്ടിണിയും കുറയ്ക്കുകയാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ജനസംഖ്യയുടെ ക്രമാതീതമായ വളർച്ച തടഞ്ഞേ മതിയാകൂ. ദാരിദ്ര്യത്തിന് ആനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ദാരിദ്ര്യവും വർദ്ധിക്കുന്നു എന്നതാണ് പോയ നൂറ്റാണ്ടുകൾ ലോകത്തിന് നൽകിയ പാഠം. കുടുംബാസൂത്രണം ഒരു മനുഷ്യാവകാശം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്ന ഇന്ത്യക്ക് ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനമാണുള്ളത്. ഇത് രാജ്യത്തിനെ സുരക്ഷിതവും സമാധാനവും ജീവിക്കാനുള്ള അവകാശം പോലുമില്ലാത്ത ഇടമായി മാറ്റും. ജനസംഖ്യയ്ക്കൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കണമെന്ന തിരിച്ചറിവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ലോക ജനസംഖ്യാ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. World Population Day is an annual event observed on July 11 every year, which seeks to raise awareness of global population issues. The event was established by the Governing Council of the United Nations Development Programme in 1989. The day was suggested by Dr. K.C. Sakriya, in which population reached 5 million. The current world population is 7.8 million as of the June 2020. World Population Day aims to increase people's awareness of various population issues such as the importance of family planning, gender equality, poverty, maternity health, and human rights. This year, the UNFPA's goal on World Population Day 2020 is to raise awareness of women's and girls' need for sexual and reproductive health and vulnerability during the pandemic. സായറാം. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ജീവശാസ്ത്രത്തിൽ ജനസംഖ്യാ വർധനവ് അഥവാ ജനപ്പെരുപ്പം എന്നത് ഒരു ജനസംഖ്യയിലെ അംഗങ്ങളുടെ എണ്ണത്തിലുണ്ടാക്കുന്ന വർധനവാണ്. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആരോഗ്യവും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രതിപാദ്യം.